ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എപ്പോഴും വണ്ടി ക്വാളിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും വണ്ടീൻ്റെ വില മാർക്കറ്റിലുണ്ടാവുക. ഈ ചെണ്ട വണ്ടികൾ പിന്നെ എന്തെങ്കിലും അപാധകളുള്ള വണ്ടികളൊക്കെ വില പൊട്ടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നല്ല വണ്ടികൾ എപ്പോഴും നല്ല വണ്ടി എന്ന് പറയുമ്പോഴേക്ക് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടികൾ, മോഡൽ കൂടിയ വണ്ടികൾ, അത് ഏറ്റവും നല്ല വണ്ടികളാണ്. നമുക്ക് ഇപ്പോൾ പുതിയ എടുക്കുന്നതിനേക്കാളും എന്തായാലും 1-2 ലക്ഷം രൂപ ഒക്കെ കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ വണ്ടി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്ന വണ്ടികൾ ഒക്കെ ക്വാളിറ്റി വണ്ടികളാണ്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ എവിടുന്ന് വരികയാണെങ്കിലും നിങ്ങൾക്ക് വണ്ടിക്കൂലി നഷ്ടമാവില്ല. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിമനോഹരമായ ഹൈ ക്വാളിറ്റി വണ്ടികൾ മാത്രം കിട്ടുന്ന ഒരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. SUV ടൈപ്പ് വണ്ടികൾ, സെഡാൻ വണ്ടികൾ, 7 സീറ്റർ വണ്ടികൾ, ചെറുവണ്ടികൾ, ഓട്ടോമാറ്റിക്, ഡീസൽ എന്നിങ്ങനെ 10-20ഓളം വണ്ടികൾ സ്റ്റോക്കുള്ള നമ്മുടെ മലപ്പുറം അരീക്കോട് ട്രൂ കാറിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 20 വണ്ടികളാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ. ഇവിടുത്തെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ വണ്ടികളും ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇനി മറിച്ചതോ തിരിച്ചതോ ഒന്നുമല്ല കേട്ടോ. മേജർ ആക്സിഡന്റ് ആയ വണ്ടികൾ ഒന്നുമില്ല. അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റ് ആയ വണ്ടികളില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് കേട്ടോ. ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഷോറൂമാണ്. നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്കൂലി നഷ്ടമാവില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുക്കും ഉറപ്പായിട്ടും. അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത്. ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കളി. ഇവിടെ ഒരു 5-6 പീസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കിയ സോനറ്റ് 2 പീസ് ഇവിടെ അവൈലബിൾ ആണ്. 7 സീറ്റർ ബൊലേറോ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. ബൊലേറോ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇന്നോവ കാർ ഉണ്ട്. പിന്നെ ചെറുവണ്ടികൾ ഒരുപാടുകളുണ്ട്. പുത്തൻ വണ്ടികൾ വെല്ലുന്ന സെക്കൻഡ് കാറുകൾ എന്ന് പറയാം. കാരണം ഇവിടെ ഉള്ളതൊക്കെ മോഡൽ കൂടിയ വണ്ടികളാണ് കേട്ടോ. അതുമല്ലാതെ ലോ കിലോമീറ്റർ ഉള്ള വണ്ടികൾ ഒരുപാടുണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അരീക്കോട് മുക്കം റോട്ടിലാണ് കേട്ടോ. അരീക്കോടിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അത്ര ഉണ്ടാവുള്ളൂ. മുക്കം റോട്ടിലാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ഒരു 3 മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർ വാട്സപ്പ് വഴി ആയിട്ട് വിട്ടുതരും. അതുപോലെ തന്നെ വണ്ടീൻ്റെ ഫോട്ടോസ് വേണമെങ്കിലും അയച്ചു തരും കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് ഒരു അടിപൊളി വാഗണറിൽ തുടങ്ങാം. ഇത് മോഡൽ വരുന്നത് 2015 ആണ്. ഓപ്ഷൻ വരുന്നത് VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഏകദേശം ഈ വണ്ടി 75,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡൻറ്റ് തട്ടുമുട്ടൊന്നുമില്ല. ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, എന്തോ കല്ലടിച്ച് പൊട്ടിയതാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 3,45,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില കുറച്ച് തരും, ഫിക്സ് റേറ്റ് അല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്കായി നല്ലൊരു അടിപൊളി മാരുതിയുടെ ഇഗ്നിസ് 2017 മോഡലാണ് വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് ഡെൽറ്റ. ഏകദേശം 56,000 കിലോമീറ്റർ വരെ വണ്ടി ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. മേജർ ആക്സിഡൻറ്റ്, തട്ടുമുട്ട്, പരിക്ക്, റീപ്ലേസ് ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. പക്ക ജെനുവിൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഇതിന് ആസ്ക് ചെയ്യുന്നത് 5,15,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഇവിടെ ചോദിക്കുന്ന ചോദ്യമല്ല, നിങ്ങൾ വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെയും വില കുറച്ച് തരും കേട്ടോ, ഫിക്സ് റേറ്റ് അല്ല. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കളി. ഏകദേശം 10-25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഹോണ്ടൻ്റെ അമേസ് ഡീസൽ വണ്ടിയാണ്. 2017 മോഡലാണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത് എസ് ആണ്. വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി എന്നല്ല, അതൊക്കെ മേലെ ഹൈ ക്വാളിറ്റി വണ്ടികളാണ് ഇവിടെ എല്ലാ വണ്ടികളും ഉള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഏകദേശം 78,000 കിലോമീറ്റർ വരെ വണ്ടി ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റ്, തട്ടുമുട്ട്, പരിക്ക്, റീപ്ലേസ് ഒന്നുമില്ല. പക്ക ജെനുവിൻ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 5 ലക്ഷം രൂപയാണ്. വില കുറച്ച് തരും, ഫിക്സ് റേറ്റ് അല്ല. അപ്പോൾ ആവശ്യക്കാർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കളി, വില കുറച്ച് തരും.
ഇവിടെ ടാറ്റൻ്റെ ടിയാഗോ നമുക്ക് പരിചയപ്പെടാം. ഇത് മാനുവൽ വണ്ടിയാണ്, പെട്രോൾ എഞ്ചിനാണ് കേട്ടോ. 2020 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് XZ+. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ പരിക്കോ ഒന്നുമില്ല കേട്ടോ. ഒരു സാധനം മാറിയിട്ടില്ല. പക്ക വണ്ടിയാണ്. ഏകദേശം 29,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്, ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ വണ്ടികളും ജെനുവിൻ കിലോമീറ്റർ ആണ്. മറിച്ചതോ തിരിച്ചതോ ഒരു ഉടായ്പില്ല കേട്ടോ. അത്രയും ക്വാളിറ്റി വണ്ടികളാണ്. 100 അല്ല 150% വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വണ്ടികൾ. ഇതിന് ആസ്ക് ചെയ്യുന്നത് 5,30,000 രൂപയാണ്. വില ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിത്തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിയാളി. വോക്സ്വാഗന്റെ പോളോ നോക്കാം. MPI ആണ്. 1.2 ലിറ്റർ ആണ് കേട്ടോ വരുന്നത്. ഇതൊരു പെട്രോൾ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് ഹൈലൈൻ ആണ്. 2017 മോഡലിൽ നിൽക്കുന്ന ഈ വണ്ടി ഏകദേശം 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ജെനുവിൻ കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് തട്ടുമുട്ട് പരിക്ക് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. പക്ക 100-ൽ 100. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കാണാൻ തന്നെ ഒരു ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. പോളോ ഇപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണല്ലോ. ഇതിന് ഇവർ ചോദിക്കുന്നത് 6 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. വില എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തി തരും. ഫിക്സ് റേറ്റ് അല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാരുതിയുടെ ബലേനോ ഓട്ടോമാറ്റിക് വണ്ടിയാണ്, മാനുവൽ അല്ല. നേവി കളറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. പെട്രോൾ എഞ്ചിനാണ് കേട്ടോ. 2018 മോഡല് 19 റൈസൻ ഉണ്ട്. ഏകദേശം 49,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് സീറ്റാണ്. മേജർ ആക്സിഡന്റ് തട്ട് മുട്ട് പരിക്ക് ഒരു അപാധകളില്ല കേട്ടോ. പക്ക ജെനുവിൻ വണ്ടിയാണ്. ഒരു സാധനം മാറിയിട്ടില്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. കട്ടുള്ള ടയർ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ്. ഇതിന് ആസ്ക് ചെയ്യുന്നത് 6,65,000 രൂപയാണ്. വില ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിത്തരും. ഫിക്സ് റേറ്റ് അല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കളി കേട്ടോ. ഇവിടെ നല്ലൊരു അടിപൊളി സ്വിഫ്റ്റ് കാർ നോക്കാം. 2022 മോഡലാണ്. പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഓപ്ഷൻ വരുന്നത് VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഏകദേശം 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. വെറും 16,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ പരിക്കോ റീപ്ലേസോ ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. മാനുവൽ വണ്ടിയാണ് കേട്ടോ, ഓട്ടോമാറ്റിക് അല്ല. ഇതിന് ഇവർ ചോദിക്കുന്നത് 6,80,000 രൂപയാണ്. വില ചെറുതായിട്ട് കുറച്ച് തരും. ആകെ ഓട്ടം 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കളി കേട്ടോ. ഈ സാധനം പെട്ടെന്ന് പോകും കേട്ടോ. പുത്തൻ വണ്ടിയെ വെല്ലുന്ന ഒരു സെക്കൻഡ് കാർ പരിചയപ്പെടാം. നിസാൻ മാഗ്നൈറ്റ് ആണ്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. CVT ഗിയർ ആണ് കേട്ടോ വരുന്നത്. 2022 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് XV ആണ്. ഈ വണ്ടി ഏകദേശം 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെരി ലോ കിലോമീറ്റർ ആണ്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ പരിക്കോ റീപ്ലേസോ ഒന്നുമില്ല കേട്ടോ. പക്ക ജെനുവിൻ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത് 8,05,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കാളി. വീണ്ടും ഒരു ഓട്ടോമാറ്റിക് വണ്ടി പരിചയപ്പെടാം. ഓണ്ടന്റെ ജാസ് ആണ് കേട്ടോ. 2022 മോഡലിൽ വരുന്ന വണ്ടി പെട്രോൾ എഞ്ചിനാണ്. ഓപ്ഷൻ വരുന്നത് ZX. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വണ്ടി ഏകദേശം 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് തട്ടുമുട്ട് പരിക്ക് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഒരു സാധനം മാറിയിട്ടില്ല. പക്ക വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 8,25,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ജനപ്രിയ വണ്ടിയായ ഇത്യോസ് ലിവ പരിചയപ്പെടാം. 2 കളറിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ.
അതും ഡീസൽ മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഒരു പീസാണ് ഇത്. 2019 മോഡൽ 20 റൈസൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് VXD ആണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ് വരുന്നത്. നല്ല ആലുവ പോലത്തെ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, പരിക്ക്, റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി അല്ല, അതുക്കും മേലെ എന്ന് പറയാം, അത്രയും പക്ക വണ്ടിയാണ്. വെറും 77,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. അതും സിംഗിൾ ഓണർഷിപ്പാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കാളി കേട്ടോ. ഇതിന് ഇവർ ചോദിക്കുന്ന വില 8,25,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ് കേട്ടോ. വില കുറച്ച് തരും, ഫിക്സ് റേറ്റ് അല്ല. നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, അത്രയ്ക്കും പക്ക വണ്ടിയാണ്. 7 സീറ്റർ വണ്ടിയിൽ 20 മേലെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണിത്. ഹോണ്ടൻ്റെ BRV ഡീസൽ എഞ്ചിനാണ്. 2016 മോഡലാണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ വരുന്നത് V ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഏകദേശം 1,04,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വണ്ടിയാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇവിടെയുള്ള എല്ലാ വണ്ടികളും കാണാൻ വൃത്തിയുള്ള വണ്ടി തന്നെ കേട്ടോ. എല്ലാ വണ്ടികളും നല്ല കോഴിക്കോട് ആലുവ പോലെ ഉണ്ട് കേട്ടോ. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, പരിക്ക്, റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് ഇവർ ആസ്ക് ചെയ്യുന്നത് 7,25,000 രൂപയാണ്. വില ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി തരും, ഫിക്സ് റേറ്റ് അല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി ഇന്നോവ കാർ. ഇന്നോവ കാർ എടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആൾ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ്. ഒന്നാമത് മെയിൻ്റനൻസ് വളരെ കമ്മിയാണ്. പിന്നെ കിലോമീറ്റർ എത്ര ഓടിയാലും ഒരു പ്രശ്നമില്ല. ടൊയോറ്റ കസ്റ്റമർക്കൊക്കെ അറിയാം, ഇതിൻ്റെ ടേസ്റ്റ് കിട്ടിയവർക്കൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം. ഇവിടെ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒറിജിനൽ കേരള ഇന്നോവയാണ്. ഇത് വരുന്നത് 2012 മോഡൽ 13 റൈസനിലാണ് വണ്ടിയുള്ളത്. ഓപ്ഷൻ വരുന്നത് V ആണ് കേട്ടോ, G4 അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. V എന്ന് പറയുമ്പോൾ 2012 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അതായത് കമ്പനി ടച്ച് സ്ക്രീൻ, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയിട്ടുണ്ട് വണ്ടി. ഈ വണ്ടി ഏകദേശം 1,41,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ, മറിച്ചതും തിരിച്ചൊന്നല്ല, ജെനുവിൻ കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള പക്ക വണ്ടിയാണ് കേട്ടോ. ഇനിയും എത്രയോ ഓടാൻ ബാക്കിയുണ്ട്. ആകെ 1,41 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ 2 ആൾ മാറിയതാണ്, സെക്കൻഡിലാണ് നിൽക്കുന്നത്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, പരിക്കൊന്നുമില്ല. ഇതിൻ്റെ ബാക്ക് ഡിക്ക് ഗ്ലാസ് മാറിയിട്ടുണ്ട് കേട്ടോ. ഡിക്കിൻ്റെ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം കേട്ടോ. എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. വണ്ടി ക്വാളിറ്റിയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 9,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ് കേട്ടോ. വില കുറച്ച് തരും. വണ്ടി ഹൈ ക്വാളിറ്റി ആയതുകൊണ്ടാണ് ഈ ഒരു വില ചോദിക്കുന്നത്. പിന്നെ അതുമല്ലാതെ ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കാളി കേട്ടോ. മോഡൽ കൂടിയ ഒരു ഹോണ്ടൻ്റെ അമേസ് നമുക്ക് നോക്കാം. ഇത് ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും കേട്ടോ. 20 മേലൊക്കെ മൈലേജ് കിട്ടും, 25 കിട്ടുന്ന ആൾക്കാരുണ്ട്. ഈ വണ്ടി 2022 മോഡലാണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത് VX ആണ്. വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ വണ്ടി 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇവിടെയുള്ള ഞാൻ നേരത്തെ ഇൻട്രോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒക്കെ ജെനുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഒരു അപാകതകളില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഏതൊരാൾക്കും കണ്ണ് ചിമ്മിയിട്ട് എടുക്കാൻ പറ്റിയ വണ്ടി. ഇതിന് ഇവർ ആസ്ക് ചെയ്യുന്നത് 9,60,000 രൂപയാണ്. വില കുറച്ച് തരും, ഫിക്സ് റേറ്റ് ഇല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കാളി കേട്ടോ. മഹീന്ദ്രൻ്റെ ബൊലേറോ പ്രേക്ഷകർക്കായി നല്ലൊരു അടിപൊളി വണ്ടി നോക്കാം. ഇത് 2018 മോഡലാണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത് ZLX ആണ് കേട്ടോ. ഈ വണ്ടി ഏകദേശം 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്.
മേജർ ആക്സിഡന്റ്, തട്ടുമുട്ടി, റീപ്ലേസ്, പരിക്ക് ഒന്നുമില്ല കേട്ടോ. പക്ക വണ്ടിയാണ്, ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഇതിന് ഇവർ ആസ്ക് ചെയ്യുന്നത് 7,65,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കാളി. വണ്ടി ഹൈ ക്വാളിറ്റി ആണ്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല വണ്ടികൾ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് ട്രെൻഡായിട്ട് കളിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത്. കിയാൻ്റെ വണ്ടികളാണ്. അതിൽ സോനറ്റ് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു വണ്ടിയാണ് ഇത്. ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വണ്ടി ഡീസൽ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്, 2023 ഇറങ്ങിയ വണ്ടിയാണ്. വെറും 35,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഓപ്ഷൻ വരുന്നത് HDX ആണ് കേട്ടോ. അത്യാവശ്യം ഡീസലിൽ നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ഇതിൽ. വണ്ടി മേജർ ആക്സിഡൻറ്റ്, തട്ടുമുട്ട്, പരിക്ക്, റീപ്ലേസ് ഒന്നുമില്ല. അതുപോലെ തന്നെ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതിന് ഇവർ ആസ്ക് ചെയ്യുന്നത് 13,55,000 രൂപയാണ്. വില പൊട്ടിച്ചു തരും കേട്ടോ, വില കുറച്ച് തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ജനപ്രിയ വണ്ടിയായ കിയ സോനറ്റ് പരിചയപ്പെടാം. ഇത് ഡീസൽ വണ്ടിയാണ്, മാനുവലാണ്. അത്യാവശ്യം കൂടുതൽ മൈലേജ് കിട്ടും കേട്ടോ ഇതിൽ. 2021 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് HDX ആണ്. ഈ വണ്ടി ഏകദേശം 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. മേജർ തട്ടുമുട്ട്, പരിക്ക്, റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഒരു സാധനം മാറിയിട്ടില്ല. പക്ക ജെനുവിൻ വണ്ടിയാണ്. ഇതിന് ഇൻഷുറൻസ് IDV 7,25,000 രൂപ ഉണ്ട്. ഇത് ലോണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. അത് ഞാനിപ്പോൾ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം. ഇവർ ആസ്ക് ചെയ്യുന്നത് 10,90,000 രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്, വില കുറച്ച് തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിയാൽ കേട്ടോ. വണ്ടി ഹൈ ക്വാളിറ്റി ആണ്.